ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ബൊക്കെ ഉണ്ടാക്കിയാലോ? വെറും ബൊക്കെയല്ല, ഒരു റെഡ് റോസ് ബൊക്കെ തന്നെ ആയിക്കോട്ടെ. ഒരു കാൽ ഭാഗത്ത് വെച്ച് താഴേക്ക് ഫോൾഡ് ചെയ്ത്, ആ കാൽ ഭാഗം ഒന്നുകൂടി ഫോൾഡ് ചെയ്ത്, അതിങ്ങനെ മടക്കി മടക്കി ചുറ്റി ചുറ്റി അങ്ങ് എടുക്കുകയാണ്. ശരിക്കും ഇതൊരു A4 സൈസ് ഷീറ്റിലുള്ളൊരു കളർ പേപ്പറാണ്. ഞാൻ ഈ ഒരു ഷേപ്പിൽ നീളത്തിൽ വെട്ടിയെടുത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നതാണേ. നിങ്ങൾക്കിപ്പോൾ റെഡ് റോസ് വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ കളർ ചൂസ് ചെയ്യാവുന്നതുമാണ്. അങ്ങനെ അവസാനം വരുന്ന ആ ഒരു പേപ്പറിൻ്റെ കഷ്ണം ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത് മടക്കി വെച്ചിരുന്ന ആ ഒരു കാൽ ഭാഗമില്ലേ, അത് ശരിക്കും ഇതിൻ്റെ സ്റ്റെമ്മായിട്ടാണ് വരുന്നത്. ഇനി ഈ സ്റ്റെമ്മ് പച്ച കളർ കൊടുക്കാൻ വേണ്ടി ഒരു പച്ച കളർ പീസ് പേപ്പർ എടുത്ത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഈ പച്ച കളർ പേപ്പർ ഉണ്ടല്ലോ, അത് റിങ്കിൾഡ് ക്രേപ്പ് പേപ്പറാണേ. അങ്ങനെ ഇതുപോലെ ഞാൻ കുറച്ചധികം പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ച് ഞാനൊരു ജൂട്ടിൻ്റെ നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ മറ്റേ ചാക്കുനൂലില്ലേ, അതാണ് സംഭവം. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ഒരു ബ്രൗൺ കളർ പേപ്പർ വെച്ചിട്ട് ഞാനൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. റാപ്പ് ചെയ്ത ഈ ഒരു സാധനത്തിന്, ഈ ഒരു ബൊക്കെ ഉണ്ടല്ലോ, ഈ ബൊക്കേനെ ഒന്നും കൂടി മറ്റേ ചാക്കുനൂലിട്ട് ഞാനൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട്, കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ചാക്കുനൂലിന് പകരം ചെറിയ റിബണോ മറ്റെന്തെങ്കിലും സാധനം വെച്ച് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ബൊക്കെ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്യണേ.